നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത് ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയായിരുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. എന്നാൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറി. UDF തരംഗം കേരളമാകെ ആഞ്ഞടിച്ചപ്പോൾ അതിൽ ആറ്റിങ്ങലിന്റെ ഇടതുകോട്ടയും തകർന്നു. അട്ടിമറി ജയത്തോടെ പാർലമെന്റിലേക്ക് പ്രവേശിച്ചതാകട്ടെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശും സിറ്റിംഗ് MPയും CPIM നേതാവുമായ A സമ്പത്തിനെ 38,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ ജയം ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF MLAമാരാണ്. 1957 സ്ഥാപിതമായ ചിറയൻകീഴ് മണ്ഡലമാണ് 2009ഓടെ ആറ്റിങ്ങൽ മണ്ഡലമായി മാറിയത്. ഇടതുപക്ഷത്തിന്റെ അതിശക്തമായ മണ്ഡലത്തിൽ 1957 മുതൽ 2014 വരെ 5 തവണ മാത്രമാണ് UDFന് ജയിക്കാനായത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ചിറയൻകീഴ് മണ്ഡലം സ്ഥാപിതമാക്കുകയായിരുന്നു. 1957 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ MK കുമാരൻ വിജയിച്ചു. തുടർന്ന് K അനിരുദ്ധനിലൂടെ 1962 മണ്ഡലം ഇടതുപക്ഷം നിലനിർത്തി. R ശങ്കറിനെ അട്ടിമറിച്ചാണ് അനിരുദ്ധൻ മണ്ഡലം നിലനിർത്തിയത്. എന്നാൽ 1971 വയലാർ രവിയാണ് ഇടതുകോട്ടയിൽ ആദ്യമായി കോൺഗ്രസിന്റെ വരവറിയിച്ചത്. 1977 വിജയം ആവർത്തിച്ച വയലാർ രവി ആറ്റിങ്ങൽ മണ്ഡലത്തെ പ്രവചനാതീതമാക്കി. 1980 കോൺഗ്രസ് നേതാവ് AA റഹീമിലൂടെയും 1984, 89 എന്നീ തിരഞ്ഞെടുപ്പുകളിൽ തലേക്കുന്നിൽ ബഷീറിലൂടെയും മണ്ഡലത്തെ കോൺഗ്രസ് സുരക്ഷിതമാക്കി നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ 1991 സുശീല ഗോപാലനിലൂടെ മണ്ഡലത്തെ ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. പിന്നീട് 2014 വരെയും മണ്ഡലം തങ്ങളുടെ പഴയ പ്രതാപത്തിൽ തന്നെ നിലനിർത്താൻ LDFന് സാധിച്ചു. K അനിരുദ്ധന്റെ മകനായ A സമ്പത്ത്, മുതിർന്ന CPIM നേതാവായിരുന്ന വർക്കല രാധാകൃഷ്ണൻ എന്നിവർ മാറി മാറി 3 തവണ വീതം മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലെത്തി. 2009 ആറ്റിങ്ങൽ മണ്ഡലമായതിനു ശേഷം 2019 വരെ ഒരിക്കൽ പോലും UDFന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2019 UDF തരംഗത്തിൽ ആറ്റിങ്ങൽ എന്ന ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് അടൂർ പ്രകാശ് കടന്നുവന്നു. ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും ഭൂരിപക്ഷം നേടിയായിരുന്നു അടൂർ പ്രകാശിന്റെ ജയം എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയാക്കോട്. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് MPയായ A സമ്പത്തിനെ അട്ടിമറിച്ചാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചത്. 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് സമ്പത്തിനെ മറികടന്നത്. 3,80,995 വോട്ടുകൾ അടൂർ പ്രകാശ് നേടിയപ്പോൾ A സമ്പത്തിന് 3,42,748 വോട്ട് ലഭിച്ചു. NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ 2,48,081 വോട്ടുകളും നേടി. 37.87 അടൂർ പ്രകാശിൻ്റെ വോട്ടിംഗ് ശതമാനം. A സമ്പത്തിന് 34.7% വോട്ട് ലഭിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ 24.66% വോട്ട് നേടി. 3.85% അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം. സിറ്റിംഗ് MPയായ A സമ്പത്ത് 2009 UDFന്റെ പ്രൊഫസർ G ബാലചന്ദ്രനെ 18,341 വോട്ടുകൾക്കും 2014 ബിന്ദു കൃഷ്ണയെ 69,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും തുടർച്ചയായി ജയം നേടിയ ശേഷമാണ് 2019 അടൂർ പ്രകാശിനോട് പരാജയപ്പെടുന്നത്. ആകെ 10,04,888 പേരാണ് 2019 ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 74.04 പോളിംഗ് ശതമാനം. 2019 ആകെ 13,50,710 വോട്ടർമാരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 2011 സെൻസസ് പ്രകാരം 66.01% ഗ്രാമീണ മേഖലയിലെയും 33.09% നഗരപ്രദേശങ്ങളിലെയും വോട്ടർമാരുമാണ് മണ്ഡലത്തിൽ ഉള്ളത്. ഇതിൽ 76.3% ഹിന്ദു വോട്ടർമാരും
17% മുസ്ലിം വോട്ടർമാരും 6.8% ക്രിസ്ത്യൻ വോട്ടർമാരും ഉൾപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വർഷം ജനുവരിയിലെ കണക്ക് പ്രകാരം ഇപ്പോൾ 13,73,827 വോട്ടർമാരാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ 6,41,938 പുരുഷ വോട്ടർമാരും 7,31,870 സ്ത്രീ വോട്ടർമാരും 19 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ്. 23,117 വോട്ടർമാരാകും ഇത്തവണ പുതുതായി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തുക. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ആറ്റിങ്ങലിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണമാണ്. ബൈപ്പാസ് റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് IIST ഭൂമി ഏറ്റെടുക്കലിന് തുക അനുവദിച്ചു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. വർക്കല പോസ്റ്റ് ഓഫീസ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ആകാശവാണിയോട്. ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം സഹായിച്ച് അതിന് അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. എന്റെ ആദ്യത്തെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് ആറ്റിങ്ങലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു. അത് നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ആ വിഷയം അവതരിപ്പിച്ചതനുസരിച്ച് അതിനുള്ള അനുമതി നേടിയെടുക്കുകയും മറ്റും ചെയ്തു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി വരികയാണ്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അതുകൂടാതെ വർക്കല നിയോജകമണ്ഡലത്തിൽ 1985 ESI കോർപ്പറേഷന് കൂടി വാങ്ങിയിട്ടിരുന്ന ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ആ സ്ഥലം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് നോട്ടീസ് കൊടുത്ത് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഏതാണ്ട് 5,20,00,000 രൂപയോളം അതിനെ പ്രത്യേകമായി അനുവദിപ്പിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വർക്കലയിലെ ഒരു പോസ്റ്റ് ഓഫീസിനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ആ നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെടുമങ്ങാട് മേഖലയിലെ ISROയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 169ഓളം വരുന്ന കുടുംബങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ട നടപടികൾ ഉണ്ടായി. പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ 22 റോഡുകൾ അനുവദിച്ചപ്പോൾ അതിൽ 16 റോഡുകളും ലഭ്യമായത് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലാണ്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ളതും സാംസ്കാരിക പ്രത്യേകതകളുള്ളതുമായ മണ്ഡലമാണ് ആറ്റിങ്ങൽ. പ്രധാനപ്പെട്ട 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആറ്റിങ്ങലിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞുകഴിഞ്ഞു. സിറ്റിംഗ് MPയായ അടൂർ പ്രകാശ് UDFന് വേണ്ടി മണ്ഡലം നിലനിർത്താനിറങ്ങുമ്പോൾ LDF കോട്ട തിരിച്ചുപിടിക്കാനെത്തുന്നത് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ MLAയുമായ V. ജോയാണ്. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ NDAക്കായി ഇറങ്ങുന്നതോടെ തീപാറുന്ന പോരാട്ടത്തിനാകും ആറ്റിങ്ങലിൽ ഇത്തവണ കളമൊരുങ്ങുക. 3 മുന്നണികളും തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളും മണ്ഡലത്തിൽ സജീവമാണ്. ഭൂരിപക്ഷവും ഗ്രാമീണ വോട്ടർമാർ ആയതിനാൽ സ്ഥാനാർത്ഥികളുടെ കൂടുതൽ പ്രചാരണവും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കേന്ദ്ര സംസ്ഥാന വികസന ക്ഷേമ പദ്ധതികളും മണ്ഡലത്തിലെ വികസനങ്ങൾക്കുമൊപ്പം മറ്റ് പ്രാദേശിക രാഷ്ട്രീയ ഘടകങ്ങളും ഇത്തവണ ആറ്റിങ്ങലിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 3 മുന്നണികളും ജയത്തിനായി പരിശ്രമിക്കുമ്പോൾ ജനമനസ് ആർക്കൊപ്പമാണെന്നറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം arnewsfeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.